പ്രദേശത്താണ് ഞാനും പേരമരവും വളർന്നു നിൽക്കുന്നത്. ആ, ഞങ്ങൾ ധാരാളം പഴങ്ങളുണ്ട്. എബിക്ക് പഴങ്ങൾ കൊടുക്കണം. പഴങ്ങൾ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ എന്നും എബിയെ സ്നേഹത്തോടെ വിളിക്കും. ഒന്ന് വരൂ, ഒരു പഴം കഴിക്കൂ. പേരമരം വിളിക്കൂ, എബി മോനെ ഒന്ന് വരൂ, ഒരു പേരയ്ക്ക കഴിക്കൂ. എബി തിരിഞ്ഞു നോക്കില്ല, എനിക്ക് പേരയ്ക്ക വേണ്ടെന്ന് പറയും. വേണ്ട. അവന് ഇഷ്ടം കടയിലെ ആപ്പിളും ഓറഞ്ചും ആണ്. എബിക്ക് എന്താ ഇഷ്ടം? എബിക്ക് ചിരിക്കണം. നോക്കിക്കേ, ഇവിടെ നെബ ടീച്ചർ നോക്ക്. എബിക്ക് വയറുവേദന വന്നു. ഒന്ന് കാണിച്ച്. വയറുവേദന വന്നു. അപ്പൊ അവന് വയറുവേദന ഉണ്ടായോ? ഇല്ല. ഞങ്ങൾ എന്നും അവന് പഴങ്ങൾ നൽകി. ഇത് നെബ ഫാത്തിമ, NA UPS നടുവത്ത് നഗറിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുട്ടി കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ഓട്ടിസം സെൻ്ററിൽ എത്തുന്നത്. ആദ്യകാലങ്ങളിൽ കുട്ടിക്ക് സ്കൂൾ ആക്ടിവിറ്റീസിൽ പങ്കുചേരുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, ടീച്ചേഴ്സിനോട് മിസ്ബിഹേവിയർ ചെയ്യുക തുടങ്ങിയ ധാരാളം ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ നല്ല രീതിയിലുള്ള മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. കുട്ടി ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടി സ്പീച്ച് വളരെ ഡിലേ ആയിരുന്നു. ഡ്രൂളിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ സെൻറ്ററിൽ വരുന്ന സമയത്ത് നല്ല ഡ്രൂളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രൂളിംഗ് ഒക്കെ മാറി വേർഡ്സ്, അതിനുശേഷം സെൻറ്റൻസ്, 2 സെൻറ്റൻസൊക്കെ പറയുകയും അവളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാനും അവൾക്ക് സാധിക്കുന്നുണ്ട്. രക്ഷകർത്താക്കൾക്ക് കുട്ടിയുമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു ഫംഗ്ഷന് പോയെന്നാലും കുട്ടി അവിടെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവർ തിരിച്ചു പോരുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏതൊരു പരിപാടിക്കും ഇവളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എൻ്റെ പേര് ഷാനവാസ്, റിദ ഫാത്തിമയുടെ അച്ഛനാണ്. കുട്ടി ചെറുപ്പം മുതൽ ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ പ്രൈവറ്റായിട്ട് പല സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോയിട്ടും എനിക്കൊരു മാറ്റമില്ലായിരുന്നു കുട്ടിക്ക്. ആ സമയത്ത് ഇപ്പോഴിവിടെ ഗവൺമെൻറ്റിൻ്റെ അരൂരുള്ള ഓട്ടിസം സെൻ്ററിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് മരുന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ആ ഡോക്ടറെ കാണാതെ തന്നെ ഞങ്ങൾ ആ മരുന്നെല്ലാം ഉപേക്ഷിച്ചു. ഇപ്പോൾ കൊച്ചി തെറാപ്പിയിൽ നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട് കുട്ടിക്ക്. പിന്നെ ആദ്യം എല്ലാവരും സ്പ്ലിറ്റ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ആരും സ്പ്ലിറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കാറില്ല. ഇപ്പോൾ എഴുതാനും സ്കൂളിലൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം മറ്റുള്ള കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് കുട്ടി. പിന്നെ ആദ്യം തന്നെ ഇവിടെ ഞങ്ങൾ പുറത്തേക്കൊന്നും വിടാറില്ലായിരുന്നു, വീട്ടിൽ തന്നെ അടച്ച് വളർത്തുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അവൾ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വീട്ടിലും വന്നിട്ട് അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ കളിക്കും. അവരെയൊന്നും അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് കുട്ടിക്ക്.